നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ രാജ്യത്ത് തന്നെ ഏറ്റവും സമഗ്രമായി പെൻഷൻ പദ്ധതി നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളം. 1600 രൂപയാണ് ഇവിടെ ക്ഷേമ പെൻഷനായി നൽകി വരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്ത് 1600 രൂപ പെൻഷൻ നൽകുന്ന മറ്റൊരു സംസ്ഥാനവും വേറെയില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷനും വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് 1600 രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത്. 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി തന്നെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമൊക്കെ സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ തുക എത്തിച്ചു നൽകുന്നത് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ 2023 അതിനു മുമ്പുമൊക്കെ ഉണ്ടായ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് സംസ്ഥാനത്ത് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ 5-6 മാസത്തെയൊക്കെ പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. എന്നാൽ ഇത് പെൻഷൻ കുടിശ്ശിക പല ഘട്ടങ്ങളിലായി കൊടുത്തു തീർത്തുകൊണ്ടിപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇനിയും സംസ്ഥാന സർക്കാർ നമുക്ക് വിതരണം ചെയ്യുവാനുള്ളത്. ഇത്തരത്തിൽ 4800 രൂപയാണ് സംസ്ഥാനത്തെ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഇനിയും സംസ്ഥാന സർക്കാർ നൽകുവാനുള്ളത്. ഇത് 3 ഘട്ടങ്ങളിലായാണ് വിതരണം ചെയ്യുക എന്ന് നേരത്തെ അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ ഈ ഒരു പെൻഷൻ കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ സംസ്ഥാന സർക്കാർ നേരിടാൻ പോകുന്നത്. ഇതിനു മുമ്പായി തന്നെ, അതായത് ഈ വർഷം തന്നെ ഈ ഒരു പെൻഷൻ കുടിശ്ശിക മുഴുവൻ അതുകൊണ്ട് തന്നെ വിതരണം ചെയ്തു തീർക്കും. എന്നാൽ ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആളുകളും പെൻഷൻ കുടിശ്ശിക കാത്തിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളുടെ പെൻഷൻ കുടിശ്ശികയൊക്കെ നമ്മളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ പെൻഷനൊക്കെ നമ്മളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ എല്ലാ ആളുകളും കൃത്യമായി തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട്. 2025 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ പെൻഷൻ തുക നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇനി മസ്റ്ററിങ് ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ മാസവും 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി മസ്റ്ററിങ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പെൻഷൻ കുടിശ്ശികയും മറ്റും ലഭിക്കുക. അപ്പോൾ എല്ലാ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്